സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിലെ ദന്ത ചികിത്സാ രംഗത്ത് സ്വദേശിവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ. സ്വദേശി ജീവനക്കാരുടെ അനുപാതം 55% ഉയർത്തി മന്ത്രാലയം ഉത്തരവിറക്കി. 3 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിബന്ധനകൾ ബാധകമായിരിക്കും. സൗദി ആരോഗ്യ മേഖലയിലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദന്ത ചികിത്സാ രംഗത്തെ സ്വദേശിവൽക്കരണ പരിധി 55% നിശ്ചയിച്ചതോടെ സ്വകാര്യ ക്ലിനിക്കുകളിലും ആശുപത്രികളിലും കൂടുതൽ സ്വദേശി ഡോക്ടർമാർക്ക് അവസരം ലഭിക്കും. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടും. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി നിയമിക്കപ്പെടുന്ന സൗദി ഡോക്ടർമാർക്ക് പ്രതിമാസം കുറഞ്ഞത് 9,000 റിയാൽ ശമ്പളം ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 അതിലധികമോ ജീവനക്കാർ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കൂടാതെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റീസിന്റെ അംഗീകൃത പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ഹെൽത്ത് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഫണ്ട് വഴി വിവിധ ആനുകൂല്യങ്ങളും പരിശീലന സഹായങ്ങളും മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.